ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിട്ടുള്ളതാ ബൺമസ്കയും ചായയുമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇറാനി ചായയും ബൺമസ്കയും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ഉപ്പില്ലാത്ത ബട്ടർ വേണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ. ബട്ടർ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടകളൊക്കെ ഒന്നങ്ങ് ഉടച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലേവറിനായിട്ട് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആവരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്രീമിൻ്റെ പരുവത്തിൽ നിന്ന് കുറച്ച് ലൂസായിട്ട് പോകും കേട്ടോ. നല്ലൊരു മധുരം വേണ്ട, കാരണം നമ്മൾ ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണിത്. അപ്പോൾ ആ ഒരു ചായയിൽ മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു നോർമൽ മധുരം മതി കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു പാകത്തിൽ ഒഴിച്ചു കൊടുത്താലേ ഉള്ളൂ നമുക്ക് ആ ഒരു ക്രീമി പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ലൂസായി പോകും. അപ്പോൾ അതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ബണ്ണാണ് വേണ്ടത് കേട്ടോ. ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുതിയ ബണ്ണ് വേണം കേട്ടോ ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇനി ബണ്ണിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ക്രീം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തും ചെറുതായിട്ട് ക്രീം ഒന്നാക്കി കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബൺമസ്ക റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇറാനി ചായ കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇറാനി ചായ സാധാരണ ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ 2 ഗ്രാമ്പും 2 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കടുപ്പത്തിലുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കാം. അപ്പോൾ അത് ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചായ റെഡിയായി. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് പാല് വേണം. പാല് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. 1 കപ്പ് പാലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ച് 1/2 കപ്പ് ആക്കിയെടുക്കണം. അപ്പോൾ ഒരു തിക്ക് പാലാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനി മധുരത്തിനായിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കട്ടൻ ചായ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളമാണ് കടുപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കുറുക്കി എടുത്തിട്ടുള്ള പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ ഇറാനി ചായയും റെഡിയായി. ഇനി നമ്മൾ ബണ്ണ് ഇതുപോലെ ചായയിൽ മുക്കിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.